Eastern salt and pepper. Bum 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 bum. Hi, സ്വാഗതം ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പ്രസന്റഡ് ബൈ റൊമാന ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ ഇന്ന് നമ്മുടെ ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ യാത്ര എത്തി നിൽക്കുന്നത് കൊല്ലത്താണ്. കൊല്ലത്തുള്ള കമ്പോളം അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, കോഴിക്കോട് മിഠായി തെരുവ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ചാലക്കമ്പോളം തിരുവനന്തപുരത്ത് എന്ന് പറയുമ്പോൾ കൊല്ലത്തെ ഏറ്റവും തിരക്കേറിയ ഒരു സ്ഥലമാണ് നമ്മുടെ മെയിൻ റോഡ് കൊല്ലം എന്ന് പറയുന്നത്. ശരിക്കും കമ്പോളം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ കമ്പോളത്തിലേക്കാണ് ഞാനിന്ന് വന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ, കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്ന്? അതുപോലെ ഒരു പഴമൊഴി ഇവിടെയുണ്ട് ഈ കമ്പോളത്തിനകത്ത്. അതായത് ഒരു സ്ഥലത്തെ ഒരു ഭക്ഷണം കഴിക്കുന്നവർക്ക്, അതായത് മട്ടൻ്റെ ഒരു കഥയാണ് കേട്ടോ. ആ മട്ടൻ കഴിക്കുന്നവർക്ക് പിന്നെ വേറൊരു രുചിയും വേണ്ട എന്നാണ് ഇവിടെയുള്ളൊരു ചൊല്ല്. ആ ചൊല്ല് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഇന്നത്തെ ഈ യാത്ര. എത്തിപ്പോയി. ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം, ഫയൽവാൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ ചെയ്ത് ഞാനൊരു ഫയൽമാനെ പോലെ ആയല്ലേ, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അതാ കണ്ടില്ലേ, മസിലൊക്കെ അടിപൊളിയല്ലേ. അപ്പോൾ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യഥാർത്ഥ ഫയൽവാൻ തുടങ്ങി വെച്ചൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. അതും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങിയൊരു സ്ഥലമാണ്. ഇവിടുത്തെ ഒരു മട്ടനാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഈ ഫയൽവാൻ റെസ്റ്റോറൻറ്റിലെ മട്ടൻ കഴിക്കുന്നവരാണ് ശരിക്കും ഫയൽവാന്മാരായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കഥയാണ് ഇന്നത്തെ സോൾട്ട് ആൻഡ് പെപ്പറിൽ വരാൻ പോകുന്നത്. ഈ കഥ തേടിയാണ് ഞാൻ ഈ കൊല്ലത്തെത്തിയത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് എൻട്രി ചെയ്താലോ. ദാ കണ്ടോളൂ. ഇത് ഇവിടുത്തെ മാനേജറാണ്. പേര് ചന്ദ്രബാബു. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്തുണ്ട്? നല്ല തിരക്കായല്ലേ? അതിന്റെ ഒരു ശബ്ദമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഞങ്ങള് ലേറ്റ് ആയോ? ഇല്ലല്ലോ. ഇല്ല. എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യലുകളും ബാക്കി കാര്യങ്ങളും ഒക്കെ? എല്ലാ ദിവസവും ഉള്ളതാണെങ്കിൽ മട്ടൻ ബിരിയാണി, മട്ടൻ കറി, മട്ടൻ റോസ്റ്റ്, ലിവർ റോസ്റ്റ്, ചിക്കൻ കറി, ഫ്രൈ എല്ലാം ഉള്ളു. എല്ലാ ദിവസവും ഉള്ള ഐറ്റങ്ങളാണ്. അപ്പോൾ ഇവിടെ വരുന്നവരെയൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ആദ്യം വെൽക്കം ചെയ്യുന്ന മുഖത്തെയാണ് നമ്മൾ ഈ കണ്ടത്. അപ്പോൾ നമ്മുടെ മുതലാളി ഉണ്ട് സാർ, അകത്തുണ്ടോ? ഞാൻ വെയിറ്റ് ചെയ്യട്ടെ. കാണാം. ശരി, സന്തോഷം. ഓക്കെ, നടക്കട്ടെ. അപ്പോൾ നല്ല തിരക്കാണ്, ഒരുപാട് കസ്റ്റമർ കെയറിന് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ടൈമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ബില്ലിങ്ങിലൊക്കെ ആയിട്ട് തിരക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാ ഞങ്ങളുടെ സാർ, ആഷിഖ് സാർ. നമസ്കാരം. ഇത് കൊല്ലത്തെ വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഇടം കൂടെയാണ് ഈ ഫയൽവാൻ അല്ലേ, ഫയൽവാൻ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ചരിത്രം ഒന്ന് പറഞ്ഞു തരാമോ? ഇത് എത്ര വർഷമായി ഇത് തുടങ്ങിയെന്ന്? ഇതൊരു 80 കൊല്ലമായി തുടങ്ങിയിട്ട്. 80 വർഷം? 80 കൊല്ലം. ഇത് വാപ്പയുടെ ഉമ്മയായിട്ട് തുടങ്ങി വെച്ച ഒരു സ്ഥാപനമാണ്. വാപ്പാക്ക് വേണ്ടി. വാപ്പ അന്ന് വിദേശത്ത് പോകാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അപ്പം വാപ്പയുടെ ഉമ്മ ആണ് ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങാമെന്ന് തുടങ്ങുന്നത്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ അല്ലേ അതെ, തുടങ്ങി വെച്ച ഒരു ഹോട്ടൽ. ഈ ഫയൽവാൻ എന്ന പേര് അത് ഒരു റെസ്റ്റോറൻറ്റിൽ വരുന്നു. ആ ഒരു കഥ എങ്ങനെയായിരുന്നു? അത് നമ്മളായിട്ട് ഇട്ടതല്ല, അത് നാട്ടുകാരായിട്ട് ഇട്ട പേരാണ്. പണ്ട് ഇത് തുടങ്ങിയ സമയത്ത് ഇതിന് പേരില്ലായിരുന്നു. അപ്പോൾ നാട്ടുകാർ പറയും ഫയൽവാൻ്റെ ഹോട്ടലിൽ പോയി ഉണ്ണാം, ഫയൽവാൻ്റെ ഹോട്ടലിൽ പോയി കാപ്പി കുടിക്കാം. അങ്ങനെ അത് ഫയൽവാൻ ഹോട്ടലായിട്ട് മാറിയത്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയമല്ലേ, അപ്പോൾ ആരാണ് ഈ ഫയൽവാൻ? അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, വാപ്പ തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, പണ്ട് ഒരു ചെറിയ ഹോട്ടലായിരുന്നു, അതിൻ്റെ മുകളിൽ ഗുസ്തിയും പഠിപ്പിക്കുമായിരുന്നു. അന്ന് ഗുസ്തിക്കാർ വന്ന് അവിടെ തങ്ങുമായിരുന്നു. അന്ന് ഇവരൊക്കെ ഈ ഗുസ്തിക്കാരിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ വന്നാൽ ഒരു മാസമൊക്കെ ഇവിടെ കാണും. വാപ്പ വലിയൊരു ഗുസ്തിക്കാരൻ? ഒരു ഗുസ്തിക്കാരനായിരുന്നു വാപ്പ പണ്ട്. അത് ഇപ്പോഴത്തെ തരത്തിലുള്ള ഗുസ്തിയല്ല. അന്ന് ഈ ഗാട്ട റെസ്ലിംഗ് എന്ന് പറയും. ഈ ടർഫ് എന്ന് പറയുന്നത് മണ്ണായിരിക്കും. അല്ല, ഇപ്പോൾ ഇടുന്ന പോലെ ടർഫല്ല, മണ്ണിന്റെ പുറത്തുള്ള ഒരു ഗാട്ട റെസ്ലിംഗ് എന്ന് പറയും. ഈ റെസ്റ്റോറൻ്റ് ആയിട്ടാണോ തുടങ്ങിയത്? അല്ല, അന്ന് ഹോട്ടൽ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെയാണ് അത് റെസ്റ്റോറൻ്റ് ആയത്. ഈ അന്ന് ഉച്ചയ്ക്ക് ഊണ് മാത്രം. ഇവിടെ ഈ ലോക്കൽസ്, ഇവിടെ ഈ ചുമട്ടുകാർക്ക് വേണ്ടി ഒക്കെ ആയിട്ട് ഇങ്ങനെ തുടങ്ങിയതാണ്.
കേരളത്തിലെ മട്ടൻ എന്ന് പറയുന്നത് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ആണെന്ന് തോന്നുന്നു മട്ടൻ ഈ ജനകീയമായിട്ട് പല സ്ഥലത്തേക്കൊക്കെ കടന്നു വരുന്നത്. അതിനു മുമ്പ് നമ്മൾ മട്ടൻ കറി ഒന്നും കേട്ടിട്ടില്ല. ഇന്ന ഹോട്ടലിൽ പോയാൽ മട്ടൻ കറിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കഥ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ ഈ കൊല്ലത്തെ ഫയൽവാൻ ഹോട്ടലിൽ നിന്നാണ് ഈ ഒരു മട്ടന്റെ ട്രെൻഡ് ഇങ്ങനെ പോയതെന്ന് പറഞ്ഞാൽ അതൊന്ന് പറയാമോ? ഞങ്ങളുടെ മെനു എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ടൊന്നുമില്ല, തനി നാടനായിട്ടുള്ള ആഹാരങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് മെയിൻ ഞങ്ങൾ ഇത് ചെയ്യുന്നത് മട്ടനിലാണ്. അത് മട്ടൻ ബിരിയാണി, മട്ടൻ കറി, മട്ടൻ റോസ്റ്റ്, മട്ടൻ ലിവർ, മട്ടൻ്റെ ലിവർ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ശരിക്കുള്ള മെനു എന്ന് പറയുന്നത്? മെനു തനി നാടനായിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ പുതുക്കി പണിഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർ വന്നായിരുന്നു, കോണ്ടിനെൻ്റലും ചൈനീസും ഒക്കെ തുടങ്ങും. പക്ഷേ എനിക്കതിലൊന്നും താല്പര്യമില്ല. ഇനി എനിക്ക് ഇത് തന്നെ ചെയ്യാവുന്ന അത്രയും തന്നെ ഉണ്ട്. കാരണം ഇത് തന്നെയായിട്ടും ഇവിടെ വലിയ നിയന്ത്രിക്കാൻ പറ്റാത്ത തിരക്കുണ്ട്. ഉണ്ട്. അതുപോലെ ഏറ്റവും നല്ല പാർക്കിങ്ങും അല്ലേ? ഇത്രയും നമുക്ക് ഈ റോഡിലോട്ട് കടന്നു വരുമ്പോൾ വിചാരിക്കും ഇവിടെ നമുക്ക് വാഹനം കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റുമോ. എന്നാലും പാർക്കിങ്ങിൽ ഒരു ശകലം കുറവുണ്ട്. പാർക്കിംഗ് കുറച്ച് മുറ്റത്തും പുറകെ സൈഡിലുമായിട്ട് ചെയ്യാം. അത്യാവശ്യം നന്നായിട്ട് പാർക്കിംഗ് ചെയ്യാം. പിന്നെ AC റെസ്റ്റോറന്റും അല്ലാതെ നോൺ AC ഉണ്ട്. എന്തായിരുന്നാലും നമ്മൾ എത്തിയ സ്ഥലം ഗംഭീര സ്ഥലമാണ്. സോൾട്ട് ആൻഡ് പെപ്പർ ചെയ്യുമ്പോൾ സത്യത്തിൽ ഫയൽവാനിൽ വന്നൊരു എപ്പിസോഡ് ചെയ്യാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇതിന്റെ പിന്നിൽ ഒരു ഭക്ഷണത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു കറി ഫേമസ് ആയ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിന്റെ സ്ഥലത്താണ് ഞാൻ എത്തിയിരിക്കുന്നത്. എന്നാൽ നമുക്ക് ആ ഒരു ചരിത്രത്തിന്റെ കഥ ഇനി നേരിട്ടങ്ങ് കാണാം അല്ലേ? മടങ്ങി വരാം ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക്. പ്രസന്റഡ് ബൈ റൊമാന ഡ്രിങ്കിങ് വാട്ടർ. അപ്പൊ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ അല്ലേ? ശരിക്കും ഫയൽമാൻ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏകദേശം നൂറ്റാണ്ടോളം തന്നെ പാരമ്പര്യമുണ്ട് ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മട്ടൻ കറി എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് ആവുന്നത് പോലും ഒരുപക്ഷെ കൊല്ലത്തെ ഈ ഫയൽവാൻ ഹോട്ടലിലെ മട്ടൻ കറിയാണ്. പിന്നീട് അങ്ങോട്ട് കേരളത്തിന്റെ പല ഭാഗത്തേക്കും ഈ മട്ടൻ കറി ഒരു ട്രെൻഡായിട്ട് വ്യാപിച്ചത്. അതിന്റെ കഥയാണ് ഇന്നിവിടെ നമ്മൾ കണ്ടതും കണ്ടുകൊണ്ടിരിക്കുന്നതും ഇനി കാണാൻ പോകുന്നതും. ഇതാണ് നമ്മുടെ ഗംഭീര ഷെഫ്. ഗുഡ് നെയിം? സുബ്രഹ്മണ്യം. അടിപൊളി. അപ്പൊ നമുക്ക് നമ്മുടെ സുബ്രഹ്മണ്യം തുടങ്ങാം. നമുക്ക് ഇവിടുത്തെ ഈ മട്ടൻ കറിക്ക് വേണ്ടിട്ട് എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് വേണ്ടുന്നത്? മസാലപ്പൊടി എന്ന് പറയുമ്പോൾ ഈ മസാല എന്തൊക്കെ ചേർത്തിട്ടാ? ഏലക്ക, പെരുംജീരകം, പട്ട, ഗ്രാമ്പു, ജാതിപത്രി. ഓക്കെ. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, വെളിച്ചെണ്ണ, കറിവേപ്പില, പുതിന, വെളുത്തുള്ളി, ഇഞ്ചി. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ഇന്ന് ശരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന വിഭവം ആക്ച്വലി ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ സർവ് ചെയ്യാനും പോവുകയാണ്. അതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള മേക്കിംഗ് ആണ്. ഓക്കെ. ഇപ്പോ നമ്മൾ എത്ര കിലോയാണ് ഉണ്ടാക്കാൻ പോകുന്നത്? 20 കിലോ മട്ടനാണ് ഒരുമിച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ കല്യാണ വീടുകളിൽ മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ്. അതിപ്പോ സോൾട്ട് ആൻഡ് പെപ്പറിലൂടെ വരുന്നത്. ആദ്യം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി എടുക്കുക. 1 കിലോ വെളുത്തുള്ളി, ഇഞ്ചി 1 കിലോ, ഇഞ്ചി 1 കിലോ. ചെറിയ ഉള്ളി ഇത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എടുക്കണം. അതെ അല്ല, അതിന്റെ തോടൊക്കെ കളഞ്ഞ് ഇങ്ങനെ ചെറിയ ഉള്ളി ഇങ്ങനെ എടുക്കണമെങ്കിൽ എന്തുമാത്രം ഒരു മാൻ പവർ വേണമെന്ന് ആലോചിച്ച് നോക്കി. അതിനെ ചതച്ചെടുത്തിരിക്കുന്നതാണ്. ഇത് എത്ര കിലോ വരും? 10 കിലോ. 10 കിലോ. 20 കിലോ മട്ടന് 10 കിലോ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇടാം. ഓ, മഞ്ഞൾപ്പൊടി ഇപ്പൊ എത്ര ഇട്ടിട്ടുണ്ടാവും? മഞ്ഞൾപ്പൊടി ഇപ്പൊ 250 ഗ്രാം. ഒരു 250 ഗ്രാം മഞ്ഞൾപ്പൊടി ഇട്ടു. വഴറ്റിന്റെ തന്നെ കൂടെ അല്ലാണ്ടൊരു സൗണ്ട് ഒരുപാട് വരുന്നുണ്ട്. അത് ഇവിടെ റെസ്റ്റോറൻറ്റിലെ തിരക്ക് കാരണം വരുന്ന സൗണ്ടാണ്. പിന്നെ ഒരു മഴക്കാലം കൂടെയാണ്. പുറത്ത് മഴ വന്നിട്ട് അറിയാലോ, ഇപ്പോഴത്തെ മേൽക്കൂരയിലൊക്കെ മഴവെള്ളം വന്ന് വീഴുമ്പോഴത്തേന് സൗണ്ട് കൂടുതൽ വരും. അവിടെ TV പോയി അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ ഉപ്പ് ഇടാം കേട്ടോ. ഫയൽവാൻ ഹോട്ടൽ എന്നുള്ള പേര് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആക്ച്വലി ശരിക്കും ഒരു ഫയൽവാൻ ആയിരുന്നു ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ ശരിക്കും ഫയൽവാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകുന്നവരാ കൊല്ലത്തുള്ള ഫയൽവാൻമാര്. ഇങ്ങനെ ചെറുതായിട്ട് വാടിയാൽ മതി. ചെറുതായിട്ട് വാടിയാൽ മതി. ഇറച്ചി ഇടാൻ മതി. 20 കിലോ മട്ടൻ കുഞ്ഞ് പീസാക്കിയത്. നമ്മൾ സാധാരണ ഈ ചിക്കനുമായിട്ട് ഉപയോഗിക്കാൻ മട്ടൺ കട്ട് ചെയ്യുന്ന ഒരു ഷേപ്പ് അറിയാമല്ലോ, കുഞ്ഞായിട്ട് കട്ട് ചെയ്ത. പിന്നെ മട്ടൻ്റെ ചെറിയ കാലുകൾ, അതായത് ഈ മട്ടൻ കഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ലിന്നാണോ പറയാ? നല്ലി ചേർത്ത് വെച്ച് ആ സംഭവം.
ഇഞ്ചി വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ച് അടച്ച് വയ്ക്കും. എല്ലാം ഇളക്കിയതിന് ശേഷം അതിൽ റൊമാന വാട്ടർ ഒഴിച്ച് അങ്ങ് അടച്ചു വെക്കാൻ പോവുകയാണ്. നീ ഇത് അടച്ചു വെക്കണം അല്ലേ? ഇനി അടച്ച് വയ്ക്കും. ഓ, അടച്ചു. ഇനി എത്ര സമയം ഇത്? 1 മണിക്കൂർ. 1 മണിക്കൂർ ഇനി ഇങ്ങനെ ഇരുന്ന് അത് നല്ല ഈ ഫുൾ ഫ്ലെയിമിലിരുന്ന് അത് കുക്ക് ആവണമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ടും ചില ഇടയ്ക്കിടെ ഇളക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും കൊടുക്കണം അല്ലേ? അപ്പൊ ഇത്രയും പ്രോസസ്സിങ് ഈ 1 മണിക്കൂർ കൊണ്ട് നടക്കും. ആ 1 മണിക്കൂറിനിടയ്ക്ക് 1 മണിക്കൂർ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ 1/2 മണിക്കൂറേ ഉള്ളൂ നമ്മുടെ പ്രോഗ്രാം. അതുകൊണ്ട് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പ്രസന്റഡ് ബൈ റൊമാന ഡ്രിങ്കിങ് വാട്ടറിൽ ചെറിയൊരു ബ്രേക്ക്. മടങ്ങി വരാം. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിലേക്ക് പ്രസന്റഡ് ബൈ റൊമാന ഡ്രിങ്കിങ് വാട്ടർ. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞ് ഈ 1 മണിക്കൂർ കൊണ്ട് നടന്ന സംഭവം കണ്ടല്ലോ. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടു. ഇപ്പൊ ശരിക്കും നന്നായിട്ട് പാകമായിട്ടുണ്ടല്ലേ? ഇനി ശരിക്കും മസാലകളാണ്. ഇനി മസാല അതാണ് ശരിക്കും സത്യത്തിൽ ഇതിന്റെ രുചി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ആദ്യം മല്ലിപ്പൊടി ഇടാം. ഇതാണ് മല്ലിപ്പൊടി. 1/2 കിലോ എടുത്ത് വെച്ചത് എല്ലാം കൂടെ ഇടാം കേട്ടോ. 1/2 കിലോ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഓർമ്മയുണ്ടല്ലോ, 20 കിലോ മട്ടനാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. പിന്നെ അതിൽ 10 കിലോ ചെറിയ ഉള്ളിയും ചേർത്തിട്ടുണ്ട്. ആ മല്ലിപ്പൊടി അങ്ങോട്ട് അതിൽ വീണപ്പോൾ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു മണം മാറിയിട്ട് വേറൊരു മണം. മല്ലിപ്പൊടി മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പൊ തന്നെ ഒരു എന്താണ് ഒരു 1/4 കിലോ മസാലപ്പൊടി. 1/4 കിലോ മസാലപ്പൊടി. ഈ മസാലപ്പൊടിയിൽ ആക്ച്വലി എന്തൊക്കെയുള്ളത്? ഏലക്ക, പട്ട, ഗ്രാമ്പു, ജാതിപത്രി ഇത്രയും ചേർത്ത് പൊടിച്ചു വെച്ച മസാല. കുരുമുളക് ഇടാം. കുരുമുളക് 200 ഗ്രാം കുരുമുളക്. മണം ഇപ്പോ ഇവിടെ ഈ കുക്കിംഗ് നടക്കുമ്പോൾ പുറത്തേക്കൊക്കെ മണം ഇപ്പൊ പ്രവഹിക്കുന്നുണ്ടാവും. നമ്മൾ ഇപ്പോൾ അതുവഴിയൊക്കെ കാറിലോ ബൈക്കിലോ ഒക്കെ പോകുന്നവർ അറിയാണ്ട് എത്തും. അല്ല, ഈ കറിവേപ്പില ചേർക്കാൻ കുറച്ചധികം ചേർത്തിട്ടുണ്ട്. ഇനി താളിക്കാൻ പോകുന്നു മുളക് പൊടി. താളിച്ച മുളക് പൊടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് താളിച്ചത്? എണ്ണയെ തിളപ്പിച്ചിട്ട് വെളുത്തുള്ളി അതിനകത്ത് ഇട്ട് മൂപ്പിച്ച് ഓക്കെ മുളക് പൊടി ഇട്ട് താളിക്കും. അതായത് എണ്ണ തിളപ്പിച്ചതിന് ശേഷം വെളുത്തുള്ളി ഇടും. ആ വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം വെളുത്തുള്ളി 1/2 കിലോ വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം അതിൽ മുളക് പൊടി ചേർക്കും. ഇത് എത്ര കിലോ ഉണ്ട്? 3/4 കിലോ മുളക്. 3/4 കിലോ മുളക് പൊടി ആ എണ്ണയിലിട്ട് മൂപ്പിച്ചത് ഈ ഒരു പരുവത്തിൽ അത് ചേർക്കാൻ പോവുകയാണ്. എല്ലാവരുടെ മനസ്സിൽ ഇപ്പൊ കുറച്ച് പൊറോട്ടയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ടാവും അല്ലേ? കാരണം ഈ ഒരു കളറും കറിയൊക്കെ ആ ഒരു പൊറോട്ടയുടെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ, അല്ലെ ചപ്പാത്തി, ചോറ്. അല്ല, നമ്മൾ മലയാളികളെ സംബന്ധിച്ച് പൊറോട്ട ഇപ്പോൾ ഒരു ദേശീയ ഭക്ഷണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഒരുപാട് ഹെൽത്തി കംപ്ലൈന്റുകളൊക്കെ വരുന്നുണ്ടെങ്കിലും പൊറോട്ട ഇപ്പൊ നമ്മൾ മലയാളികളുടെ ഒരു ദേശീയ ഭക്ഷണമായി മാറിക്കഴിഞ്ഞു. 1/2 കിലോ മേലെ കൊടുക്കും. അതിന്റെ മേളിലേക്ക് അവസാനം എല്ലാം ആയി കഴിഞ്ഞപ്പോഴേക്കും 1/2 കിലോ വെളിച്ചെണ്ണ ഒന്ന് വിതറുകയാണ്. എണ്ണ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. ചിലരൊക്കെ പെട്ടെന്ന് ഇത് കാണുമ്പോൾ ഈ മട്ടനിലുള്ള എണ്ണയാണോ ഈ തെളിഞ്ഞു നിൽക്കുന്നത് എന്നൊരു സംശയം തോന്നിയേക്കാം അല്ലേ? പക്ഷെ അതല്ല, നമ്മൾ വെളിച്ചെണ്ണ ഇപ്പോൾ വിളിച്ചത് നമ്മളെ കേരളത്തിന്റെ വെളിച്ചെണ്ണ. പുതിനയില ഒരു പിടി കട്ടാക്കി അങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. അടുപ്പ് ഓഫാക്കാൻ പോകണം. തയ്യാറായി കഴിഞ്ഞു. ഗംഭീരം, അടിപൊളി. എന്താ ഭംഗിയെന്ന് നോക്കി അത് തിളയ്ക്കുന്നത്. അപ്പൊ ഇനി ഈ മട്ടൻ കറി, ഫയൽ പാനിലെ ഈ മട്ടൻ കറി ടേസ്റ്റ് ചെയ്യാനുള്ള ടൈമാണ്. എന്നാ പിന്നെ ചേട്ടാ വെയിറ്റ് ചെയ്യാം. എന്ത് സന്തോഷത്തോടു കൂടി ഹൃദയം കൊണ്ട് തരിക. അതിനകത്ത് പ്രത്യേകിച്ച് അലങ്കാരപ്പണികളോ ഒന്നുമില്ല. അങ്ങ് മനസ്സ് നിറഞ്ഞ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് വളരെ ദൂരെ നിന്നല്ല ഈ മട്ടൻ കഴിക്കാൻ വേണ്ടിയിട്ട് കൊല്ലത്ത് ഫയൽ വാനിൽ എത്താറുണ്ട്. അത് നമ്മൾ പലരും ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങിയ യാത്രകളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ മട്ടൺ എത്തിയിട്ടുണ്ട്. ഫേമസ് ആയിട്ടുള്ള ഈ മട്ടൺ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഞാൻ ശരിക്കും ഇതിനു മുമ്പ് ഇവിടുന്ന് കഴിച്ചിട്ടില്ല. ഞാൻ പക്ഷേ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ഇത് കഴിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് കാണുന്നോ? എങ്കിൽ ഇതേ കണ്ടോളൂ.
അപ്പോൾ ഒന്ന് ചൂടുണ്ടാവില്ലേ? നല്ല ചൂടായത് കാരണമാണ് ചെറിയൊരു പ്ലേറ്റ് ഞാൻ അടിയിൽ വെച്ചത്. എൻ്റെ ചേട്ടാ കൂടുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചില എപ്പിസോഡുകളിൽ പറയാനുള്ള ഒരു ആചാരം ഒന്ന് റിപ്പീറ്റ് ചെയ്തോട്ടെ. എനിക്ക് ഏതൊക്കെയോ ചില അമ്മൂമ്മമാരെ ഓർമ്മ വരണം. കാരണം നമ്മൾ കുട്ടിക്കാലത്തൊക്കെ വളരെ ഈ സ്നേഹത്തോടു കൂടി നമ്മൾ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അമ്മ ഭയങ്കര ഹെൽത്തി ആയിട്ട് നമുക്കിങ്ങനെ വെച്ച് തരത്തില്ലേ? നമ്മളതിങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഇരുന്നിങ്ങനെ കഴിച്ചു തീർക്കുന്ന എനിക്ക് ആ ഒരു കാലഘട്ടം ഓർമ്മ വരികയാണ്. അതാ ടേസ്റ്റ്, നമ്മുടെ തറവാട്ടിലൊക്കെ പിറന്ന ഒരു ടേസ്റ്റ്. ചുമ്മാ അല്ല ഫയൽവാനായിട്ട് കൊല്ലം മുഴുവൻ ഇങ്ങനെ നെഞ്ച് വിരിച്ച് നിൽക്കുന്നത്. മുതലാളി കൂടിയ സാധനം മേടിച്ച് വയ്ക്കുന്നത് അങ്ങനെ പറഞ്ഞു. അതാണ് അതിന്റെ സത്യം. മുതലാളി എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി സാധനം ഇവിടെ മേടിച്ചു വെക്കും. അത് ചേർത്ത് അവരുണ്ടാക്കുന്നത്. ആ നന്ദി പോലും ആ മുതലാളിക്ക് കൊടുത്തു. ഇത് താൻ നമ്മ തൊഴിലാളി. അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങളുടെ ഈ ഒരു ടീം വർക്ക്. പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പര സ്നേഹം, അതെല്ലാമാണ് നിങ്ങളുടെ ഈ രുചിയിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാലും ഇതേക്കുറിച്ച് എനിക്ക് ഒരുപാടൊക്കെ പറയാൻ തോന്നുന്നു. കാരണം അത്രയ്ക്ക് ഗംഭീരമായിരിക്കുന്നു. പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും കൊല്ലം വഴി വരികയാണെങ്കിൽ ട്രാഫിക് ഒന്നും നോക്കണ്ട കേട്ടോ. നേരെ സ്ട്രീറ്റിലേക്ക് കയറുക, ഇവിടെ വന്ന് കഴിക്കണം. ഇല്ലെങ്കിൽ ഇതൊരു വലിയ നഷ്ടം തന്നെയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഫയൽവാനിലെ ഈ മട്ടൻ കറി തയ്യാറാക്കുന്നതെന്ന് ഒന്നുകൂടെ കാണണ്ടേ? ദേ വരുന്നു റീക്യാപ്പ്. അപ്പൊ ഒന്നും പറയാനില്ല കേട്ടോ. ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ പ്രസന്റഡ് ബൈ റൊമാനോ ഡ്രിങ്കിങ് വാട്ടറിൽ ഇന്നൊരു സമ്മാനം നിങ്ങൾക്ക് തന്ന സന്തോഷത്തോടു കൂടി നമുക്ക് ഇനിയൊന്നും പറയാനില്ല കേട്ടോ. ഈ രുചിയെക്കുറിച്ച് ഞാൻ വീട്ടിലൊക്കെ ചെന്നിട്ട് ആദ്യം പറയണേ ഇതേക്കുറിച്ചായിരിക്കും എന്ന് മാത്രമേ പറയണുള്ളൂ. എല്ലാവർക്കും നല്ല ഹെൽത്തി ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു കഥയായിട്ട് കാണാം. അതല്ലേ നല്ലത്? നമുക്കിനി പതുക്കെ ഇരുന്ന് കഴിക്കാമല്ലേ?